DNA ഫിംഗർ പ്രിന്റിംഗ് 4 കാര്യം മാത്രങ്ങൾ ഈ ഒരു കേസിൽ പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. ഒന്ന്, എന്താണ് DNA ഫിംഗർ പ്രിന്റിംഗ്? സിമ്പിൾ ആണ്. DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ന്യൂക്ലിയോടൈഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. DNAയുടെ ബേസിക് യൂണിറ്റ് ആണ് എന്ത്? ന്യൂക്ലിയോടൈഡ്. ആ ന്യൂക്ലിയോടൈഡിന്റെ ക്രമീകരണം എല്ലാവരുടെയും ബോഡിയിൽ ഒരേപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ആ ക്രമീകരണം ഒരേപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യുന്ന, അത് ടെസ്റ്റ് ചെയ്യുന്ന, അത് അനലൈസ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജിയാണ് എന്ത്? DNA ഫിംഗർ പ്രിന്റിംഗ്. എന്താണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് വെച്ചാൽ ദിസ് ഈസ് എ ടെക്നോളജി. ഇതൊരു ടെക്നോളജിയാണ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. DNAയിലെ ന്യൂക്ലിയോടൈഡ്സിന്റെ ആ സീക്വൻസ്, ആ ക്രമീകരണം, ആ അറേഞ്ച്മെന്റ് പരിശോധിക്കുന്ന ഒരു ടെക്നോളജിയാണ് എന്ത്? DNA ഫിംഗർ പ്രിന്റിംഗ്. ഓക്കെ, അത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ വ്യക്തികളെ തിരിച്ചറിയാനാണ്. ഐഡന്റിഫൈ ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തികളെയും സെപ്പറേറ്റ് തിരിച്ചറിയാനാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കാരണം ഈ DNAയിലെ ന്യൂക്ലിയോടൈഡ് അറേഞ്ച്മെന്റ് ഓരോരുത്തരുടെയും എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ, അത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വ്യക്തികളെയും സെപ്പറേറ്റ് തിരിച്ചറിയാൻ പറ്റും. ഇതാണ് DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ഡെഫിനിഷൻ. അപ്പോൾ എന്താ ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ, DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്യുന്ന, അനലൈസ് ചെയ്യുന്ന, ചെക്ക് ചെയ്യുന്ന ആ ഒരു എന്താണ് സാങ്കേതിക വിദ്യയെ വിളിക്കുന്ന പേരാണ് എന്ത്? DNA ഫിംഗർ പ്രിന്റിംഗ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു മാർക്ക് കിട്ടി. ഇനി ഇതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശാസ്ത്രജ്ഞന്റെ പേരാണ് അലക്സ് ജെഫ്രി. എന്താണ് പേര്? അലക്സ് ജെഫ്രി. നല്ല പേര്, കലക്കി ജെഫ്രി, അലക്സ് ജെഫ്രി. അപ്പോൾ 2ാമത്തതും കിട്ടി. ഇനി 3ാമത്തെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് ഇതിനെ DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് വിളിച്ചത്? വേറെ എന്തെങ്കിലും വിളിച്ചാൽ പോരെ, കാരണം ഇത് DNAയിലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസിങ് അറേഞ്ച് ചെയ്യുന്ന, അത് ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. അപ്പം എന്നാ DNA ന്യൂക്ലിയോടൈഡ് അനലൈസർന്നോ, DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ചെക്കർന്നോ, അങ്ങനെ എന്തെങ്കിലും വിളിച്ചാൽ പോരെ? എന്തിനാ ഇങ്ങനെ വിളിച്ചു എന്ന് ചോദിച്ചാൽ കാരണമുണ്ട്. അതായത് DNAയിലെ ന്യൂക്ലിയോടൈഡിന്റെ അറേഞ്ച്മെന്റ് പരിശോധിക്കുമ്പോൾ അത് എല്ലാവരുടെയും ഡിഫറെന്റ് ആണല്ലോ. അതേപോലെ തന്നെ എല്ലാവരുടെയും ബോഡിയിലും ഡിഫറെൻ്റ് ആയുള്ള ഒരു സാധനമാണ് എന്ത്? ഫിംഗർ പ്രിന്റിങ്. വിരലടയാളം. ഫിംഗർ പ്രിന്റ്സ് ദാറ്റ് വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആണ്. എല്ലാ പേഴ്സണിൽ നിന്നും അത് വേരി ചെയ്യും. സോ ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ ഈച്ച് പേഴ്സൺ ഈസ് ഓൾസോ വേരി. അതും വേരി ചെയ്യും. ദീസ് പെക്യുലാരിറ്റി ഹെൽപ്സ് ടു ഐഡന്റിഫൈ ഇൻഡിവിജ്വൽസ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ DNA ഫിംഗർ പ്രിന്റിങ്ങിനെ നമ്മൾ ഈ ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസ് അറേഞ്ച് ചെയ്യുന്ന ഈ ഒരു ടെക്നോളജിയെ DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് വിളിച്ചത്. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്താണ്, ഇതെല്ലാവരുടെയും വ്യത്യാസമാണെന്ന് പറഞ്ഞല്ലോ. ആക്ച്വലി ഈ വ്യത്യാസം കിടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, ദീസ് ഡിഫറൻസസ് ആർ മെയിൻലി സീൻ ഇൻ ദ പാർട്സ് ഓഫ് DNA ദാറ്റ് ഡു നോട്ട് ഹെൽപ്പ് മേക്ക് പ്രോട്ടീൻ. പ്രോട്ടീനെ ഉണ്ടാക്കാൻ സഹായിക്കാത്ത കുറേ ഭാഗങ്ങളുണ്ട് DNAയിൽ. അവിടെയാണ് പ്രധാനമായിട്ടും ഈ ഡിഫറൻസ് കാണുന്നത്. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് ഇത് എല്ലാവരുടെയും വ്യത്യസ്തമാണെങ്കിലും ചില ആളുകൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. നോട്ട് ദ പോയിന്റ്, സിമിലാരിറ്റി ആണ്, സെയിം അല്ല. ഓക്കെ, മോർ റിസംബ്ലൻസ് ക്യാൻ സീൻ ഇൻ ദ DNA പാറ്റേൺസ് ഓഫ് പാരൻസ്, ദ ഓഫ്സ്പ്രിങ്സ്, സിബ്ലിങ്സ്. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടാവും. പിന്നെ സിബ്ലിങ്സ് തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ട്വിൻസ് തമ്മിൽ, ഇരട്ട കുട്ടികൾ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും. കുടുംബക്കാർ തമ്മിലൊക്കെ എന്തുണ്ടാവും? സിമിലാരിറ്റീസ് ഉണ്ടാവും. ഇപ്പം ഞാനും എൻ്റെ ഉമ്മയും തമ്മിലാണോ, ഞാനും എൻ്റെ കുടുംബത്തിലെ വേറെ ഒരു തലക്കയിലുള്ള ഒരാൾ തമ്മിലാണോ കൂടുതൽ സിമിലാരിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഉമ്മയും തമ്മിലായിരിക്കും കൂടുതൽ സിമിലാരിറ്റി. അയാളായിട്ട് ഞാൻ കുറച്ച് സിമിലാരിറ്റി ഉണ്ടാവുള്ളൂ. നിങ്ങളായിട്ട് ഞാൻ ഒരു സിമിലാരിറ്റി ഉണ്ടാവില്ല, കാരണം നമ്മളൊരു കുടുംബമല്ലല്ലോ. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. എന്നാലും മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. എന്നാൽ എന്താണ്, മാതാവും പിതാവും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടോ? അതില്ല. അവർ നല്ല ബന്ധമുണ്ടല്ലോ, അവർ നല്ല ബന്ധമുണ്ട്. പക്ഷേ എന്താണ്, ഒരാൾ വരുന്നത് വേറെ സ്ഥലത്തു നിന്നും ഒരാൾ വരുന്നത് വേറെ സ്ഥലത്തു നിന്നല്ലേ, അപ്പോൾ അവർ സിമിലാരിറ്റി ഇല്ല. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ 4ാമത്തെ കാര്യം, ഇതിൻ്റെ ഫംഗ്ഷന്, അത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാം. 2 മാർക്കിന് ചോദിക്കാനാണ് ചാൻസ്. യൂസസ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഫിംഗർ പ്രിന്റിങ്ങിൻ്റെ ഉദാഹരണങ്ങളിൽ യൂസസുകളാണ്, ഉപയോഗങ്ങൾ 6 ഉണ്ട്. 3 പഠിച്ചു വെക്കുക. ഓക്കെ, സിമ്പിളായുള്ള 3 ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ടു ഐഡന്റിഫൈ കൾപ്രിറ്റ്സ്. കുറ്റവാളികളെ തിരിച്ചറിയാൻ പറ്റും. കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ DNA ടെസ്റ്റ് കൊടുക്കാറുണ്ടല്ലോ. ഒരു ഐഡന്റിഫൈ കൾപ്രിറ്റ്സ്, കുറ്റവാളികളെ തിരിച്ചറിയാൻ പറ്റും. അതൊന്ന്. 2ാമത്തത്, ടു ഡിറ്റർമിൻ ദ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ഓഫ്സ്പ്രിങ്സ്. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം നിർണ്ണയിക്കാൻ പറ്റും, ജൈവിക ബന്ധം നിർണ്ണയിക്കാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2. ഇനി 3ാമത്തത്, ടു ഐഡന്റിഫൈ വിക്ടിംസ് ഓഫ് ആക്സിഡൻസ് ഓർ ഡിസാസ്റ്റേഴ്സ്. അപകടങ്ങളിലോ ദുരന്തങ്ങളിലോ പെട്ടവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇപ്പോൾ ലൈക്ക് നമ്മൾ കഴിഞ്ഞ വർഷം വയനാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുറേ ആളുകളുടെ മുഖമൊക്കെ പൊട്ടി പ്രശ്നമായപ്പോൾ ആ സമയത്ത് ഓരോരുത്തരെയും തിരിച്ചറിയാൻ ഈ DNA ടെസ്റ്റാണ് യൂസ് ചെയ്തിരുന്നത്. അത് 3. ഓക്കെ, ഇത് 3 സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുക? ടു ഐഡന്റിഫൈ ജനറ്റിക് ഡിസോർഡേഴ്സ് ദാറ്റ് ലേൺ അബൌട്ട് ഹെറിഡിറ്ററി ഡിസീസസ്. ഓക്കെ, ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പാരമ്പര്യ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ, ഹെറിഡിറ്ററി ഡിസീസസിനെ
കുറിച്ചൊക്കെ പഠിക്കാൻ ഇത് സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ടു അണ്ടർസ്റ്റാൻഡ് ലീനിയേജ് ബൈ ഐഡന്റിഫൈങ് ഫോസിലുകൾ തിരിച്ചറിഞ്ഞിട്ട് ലീനിയേജ് പഠിക്കാൻ, വംശപരമ്പര മനസ്സിലാക്കാനും ഐഡന്റിഫൈ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ ടു ട്രാക്ക് എൻഡാഞ്ചേർഡ് സ്പീഷീസ്, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളൊക്കെ ട്രാക്ക് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. ടു ട്രാക്ക് എൻഡാഞ്ചേർഡ് സ്പീഷീസ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് 3 പേരൻസും ഓഫ് സ്പ്രിങ്സും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ പറ്റുന്നു. അപ്പോൾ അത് സിമ്പിളായിട്ട് പച്ച മലയാളത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞു തരുന്നു, എനിക്കൊരു കുട്ടി ഉണ്ടായിട്ട് അമീൻ സർ വന്നിട്ട് പറയാണ് അത് എൻ്റെ കുട്ടിയല്ല അത് എൻ്റെ കുട്ടിയാണ് പറഞ്ഞ പ്രശ്നമായില്ലേ. അപ്പോൾ നമ്മൾ DNA ടെസ്റ്റ് ചെയ്ത് കൊടുക്കും, ആരുമായിട്ടാണോ കൂടുതൽ സിമിലാരിറ്റി, അയാളുടെ കുട്ടിയേക്കാരം. അപ്പോൾ പേരൻസും ഓഫ് സ്പ്രിങ്സും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ടു ഐഡന്റിഫൈ കൾപ്രിറ്റ്സ്, കുറ്റവാളികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. മേർഡർ, അതുപോലെ തന്നെ മോഷണം, റേപ്പ്, അങ്ങനെയുള്ള കുറേ കേസുകളിലൊക്കെ കുറ്റവാളികളെ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ മറ്റേ സാധനമാണിത്. നമ്മൾ ആക്സിഡൻസോ ഡിസാസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലെ വിക്ടിംസിനെ, അതിലെ ഇരകളെ തിരിച്ചറിയാനും സഹായിക്കുന്നു. ഏത്? DNA ഫിംഗർ പ്രിൻറ്റിങ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി നാളത്തെ പരീക്ഷ എന്ത് ചെയ്യുക? അതിമനോഹരമാക്കുക. നാളത്തെ പരീക്ഷയുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നമ്മൾ ലൈവിൻ്റെ താഴെയോ അല്ലെങ്കിൽ വേറെ എങ്ങനെയൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തണം. നമുക്ക് അയച്ചു തന്നാലും മതി. എല്ലാ മെസ്സേജും കാണുവാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? അയക്കുക, പരിഗണിക്കുക, ഉഷാറാക്കുക, അടിപൊളിയാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ആത്മാർത്ഥമായിട്ട് പരീക്ഷയ്ക്ക് ആശംസകൾ അറിയിക്കുന്നു. സോ സി യു സൂൺ. വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.